ഈ പ്രാവശ്യത്തെ വിഷുവിന് വിരുന്നുകാരെല്ലാം വരുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് പിന്നെയും പിന്നെയും കുടിക്കാൻ തോന്നും. അത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു പായസം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ വലിയൊരു പാക്കറ്റ് സേമിയന്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമ്മളൊരു സോസ് പാനിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുക്കുന്ന സമയത്ത് നെയ്യൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പൊ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ട് കിട്ടിയാൽ മതി. കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു പകുതി വേവായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് മിൽമ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ സേമിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരും. ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ സേമിയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 3 അച്ച് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ശർക്കര പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറേ സമയം തിളപ്പിക്കരുത്. അപ്പം നമ്മുടെ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി വെച്ചാൽ മതി. ശർക്കര മെൽട്ടായിട്ട് മിക്സ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പായസത്തിന്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ.